അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ അഅല ആമുഖം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ 87-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അഅല. 19 ആയത്തുകളുള്ള ഈ അധ്യായത്തിൻ്റെ പേര് അതിൻ്റെ ഒന്നാമത്തെ സൂക്തമായ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നതിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച അധ്യായങ്ങളിൽ തുടക്കകാലത്ത് അവതരിച്ച അധ്യായമാണ് ഇത്. സനുഖ്രിഉക ഫലാ തൻസ, താങ്കൾക്ക് നാം വായിച്ചു കേൾപ്പിക്കും, താങ്കൾ മറക്കുകയില്ല എന്ന സൂക്തം വഹീൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഴക്കം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അധ്യായം അവതരിച്ചത് എന്നതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ അധ്യായത്തിൻ്റെ വലിയ പ്രത്യേകത ചില പ്രത്യേക സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്ന അധ്യായമാണ് ഇത് എന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖ്റഉ ഫിൽ ഈദൈൻ വ യൗമിൽ ജുമുഅ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഹൽ അതാക ഹദീസുൽ ഗാശിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിലും ജുമുഅ നമസ്കാരത്തിലും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയും അതുപോലെ ഹൽ അതാക ഹദീസുൽ ഗാശിയയുമാണ് ഓതിയിരുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖ്റഉ ഫിൽ ളുഹർ ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നമസ്കാരത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയാണ് ഓതിയിരുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൻ്റെ ഗണത്തിൽപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കാരത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്തിരുന്നു. ഈ ഹദീസുകളെല്ലാം വ്യക്തമാക്കുന്നത് പ്രത്യേക നമസ്കാരങ്ങളിൽ ജുമുഅ, പെരുന്നാൾ നമസ്കാരങ്ങൾ, ളുഹർ, വിത്ർ ഇവയിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സവിശേഷം ശ്രദ്ധയോടെ പാരായണം ചെയ്തിരുന്ന അധ്യായമാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ഈ അധ്യായം. അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമത്തെ വാഴ്ത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമം മറ്റൊന്നുമായി സാദൃശ്യമില്ല. കുറവുകളോ ദൗർബല്യങ്ങളോ ഉള്ള ഒന്നുമായി അള്ളാഹുവിൻ്റെ നാമത്തെ സദൃശ്യപ്പെടുത്താൻ പോലും പറ്റില്ല. അള്ളാഹുവെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. സൃഷ്ടിച്ചത് അവനാണ്, സന്തുലിതമാക്കിയത് അവനാണ്, എല്ലാ കണക്കുകളും നിശ്ചയിച്ചത് അവനാണ്, വഴി കാണിച്ചു തരുന്നതും അവനാണ്. അള്ളാഹുവെ ഇങ്ങനെ പരിചയപ്പെടുത്തിയ ശേഷം ചെടികളെ സംബന്ധിച്ച് അവ വളർന്ന് വികസിച്ച് അവസാനം ഒന്നുമല്ലാതായി നശിച്ചടിയുന്നതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ശേഷം വിശുദ്ധ ഖുർആനെ താങ്കൾക്ക് ഓതിത്തരുന്നത്, വായിച്ചു കേൾപ്പിക്കുന്നത് നാമാണ് എന്നും അതിൻ്റെ വിഷയത്തിൽ താങ്കൾക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകേണ്ടതില്ല എന്നും താങ്കൾ മറന്നു കളയുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ല എന്നും മറന്നു കളയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നും അള്ളാഹു പറയുന്നു. പിന്നീട് സന്മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. സന്മാർഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പ്രബോധനം ചെയ്യാനും താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിർബന്ധിച്ച് അവരെ മാറ്റിയെടുക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല. ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വഴിയിൽ വരണമെന്നും സ്വയം സംസ്കരിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവർ മാത്രമേ ഈ വഴിയിൽ വരികയുള്ളൂ. അല്ലാത്തവർ നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴിയിലെ ഉറച്ചു നിൽക്കൂ. സത്യത്തെ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു പോകുന്നവരുടെ പിറകെ നടന്ന് സമയം കളയേണ്ടതില്ല. ഉപദേശം ഉപകാരപ്പെടും എന്നുള്ളവരെയാണ് താങ്കൾ ഉത്ബോധിപ്പിക്കേണ്ടത് എന്ന് റസൂലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നിഷേധത്തിൻ്റെ വഴിയിൽ പോകുന്നവരെ നരകമാണ് കാത്തിരിക്കുന്നത് എന്നും അവിടെ നല്ലൊരു ജീവിതം ലഭിക്കുകയില്ല, മരിച്ചൊടുങ്ങി എല്ലാ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെടുകയുമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നീട് വിജയത്തിൻ്റെ വഴിയിൽ വരണമെങ്കിൽ അവനവനെ തന്നെ സംസ്കരിച്ചെടുക്കണമെന്നും റബ്ബിനെ ഓർക്കണമെന്നും അവൻ്റെ മുന്നിൽ കുമ്പിടണമെന്നും പറഞ്ഞ ശേഷം എന്നാൽ ആളുകൾ ഇതിനെയല്ല പരിഗണിക്കുന്നത്. അവർ ഭൂമിയിലെ ജീവിതത്തെയാണ് മുൻഗണന കൊടുക്കുന്നത്. അതല്ല ഉപകാരപ്പെടുന്ന ജീവിതം, അതല്ല ശാശ്വതം, അതല്ല നിലനിൽക്കുന്നത്.
അതിനാൽ പരിഗണിക്കേണ്ടത് പരലോക ജീവിതത്തെയാണ്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, മുൻ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. ഇത് പുതിയതല്ല, ഇത് വളരെ പഴക്കമുള്ളതാണ്. ആ പഴക്കമാകട്ടെ ഇതിൻ്റെ സത്യതക്കും നിത്യതക്കും തെളിവുമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഈ അധ്യായം പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഇത് പ്രചരിപ്പിക്കാനുമൊക്കെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.